എത്ര പ്രായമായാലും നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ മാറി നല്ല രീതിയിൽ മുഖം തിളങ്ങാനായിട്ടും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടും കരിവാളിപ്പൊന്നുമില്ലാത്തൊരു സ്കിന്ന് കിട്ടാനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടീനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകണം. നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകണം. കൊളോജൻ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് നമ്മുടെ കൊളോജൻ നഷ്ടപ്പെടും. അതുപോലെ തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷനും കുറയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങുകയും റിങ്കിൾസ് ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുഖത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ടും നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് നിർത്താനായിട്ടും മുഖത്തിന് തിളക്കം കിട്ടാനായിട്ടുമുള്ള അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടാണ് നല്ല രീതിയിൽ മുഖം ബ്രൈറ്റ് ആവുകയും നല്ല രീതിയിൽ മുഖം തിളങ്ങുകയും ചെയ്തു. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, അതായത് അരി വെന്ത് എടുത്ത കഞ്ഞിവെള്ളമാണ്, വേവിച്ചതിൻ്റെ കഞ്ഞിവെള്ളമാണ്, അല്ലാതെ അരി കഴുകിയ വെള്ളമല്ല, കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പം നിങ്ങളെന്താണ് കുത്തരിയുടെ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ വേറെ അരിയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ചും കൂടെ പ്രോട്ടീനും കാര്യങ്ങളും ധാരാളം അടങ്ങിയത് നമ്മുടെ കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ്. അപ്പം കുത്തരിയുടെ കഞ്ഞിവെള്ളം എടുക്കുക. അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ആ ഒരു മട്ടാണ്, ഏകദേശം ഒരു മട്ടോട് കൂടിയിട്ടുള്ളൊരു വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. തെളിയല്ല വേണ്ടത്, ഒരു മട്ടോട് കൂടിയിട്ടുള്ള വെള്ളമാണ്. നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് നിർത്താനായിട്ട് കഞ്ഞിവെള്ളം ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം അടി തീർത്തെടുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കോൺഫ്ലവർ വേണം, ഗ്ലിസറിൻ വേണം, പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ വേണം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ഓയിലാണ്. ഇത് മുഖത്തെ പാടുകളും കലകളും ഒക്കെ മാറി മുഖം ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി. ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഓയിലി സ്കിന്നുകാർ അതിൻ്റേതായിട്ട് രീതിയിൽ ചെയ്തു പോവുക. അപ്പോൾ ഓരോരുത്തരോട് ഞാൻ ഓയിൽ മേടിക്കും, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ 100 മില്ലിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റേറ്റും കാര്യങ്ങളും വാട്സപ്പിൽ പറയാം. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ആവശ്യമാണ്. അപ്പം ഞാൻ എടുത്ത പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്താ പറയുക, നമ്മുടെ ഒരു മുഖക്കുരുവും കാര്യങ്ങളും കുരുക്കളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഹോബ ഓയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. വളരെ കുറച്ച് ഡ്രോപ്സ് മാത്രം മതി. ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു ഓയിൽ ഈ ഒരു പായ്ക്കിൽ യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ സ്കിന്ന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നതും റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ ഒരു സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് ഷൈനി ആയിട്ട് സോഫ്റ്റ് ആയിട്ടും വെക്കാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. അതുമൂലം നമ്മുടെ സ്കിൻ നല്ല ഈ ഒരു കോൺഫ്ലവറും നമ്മുടെ ഈ ഒരു പിന്നെ കഞ്ഞിവെള്ളവും കൂടെ ചേർക്കുമ്പോൾ സ്കിന്ന് നല്ല ടൈറ്റ് ആകാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ അതിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വേറെ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കണം. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 3-4 ദിവസം എടുത്ത് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഒറ്റ ഇടിയിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല തിളക്കമുള്ള സ്കിന്നായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ കോൺഫ്ലവറും, ബീട്രൂട്ടിൻ്റെ ജ്യൂസും കോൺഫ്ലവറും കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച്, കഞ്ഞിവെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലെ ഒരു മട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ലൂസായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നത്. സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല കളർ കിട്ടാനായിട്ടും ഒക്കെ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കാം, ബീട്രൂട്ട് പായ്ക്കുകൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുപ്പിൽ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു ക്രീം പരുവത്തിലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. ആ ഒരു ക്രീം പരുവത്തിൽ കുറുക്കിയെടുത്താൽ മതി. അപ്പം നമ്മളൊരു ക്രീം പരുവത്തിൽ തന്നെ ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് മുഖത്തിടാനും കഴുത്തിലിടാനും ഒക്കെ ഉപയോഗിക്കാം. മുഖത്തിലും കഴുത്തിലും ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എനിക്കിടാനായിട്ടുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഗ്ലിസറിന് മുഖത്തിന് തിളക്കം കൂട്ടാനായിട്ടും മുഖത്തിൻ്റെ ആ ഒരു റിങ്കിൾസൊക്കെ കുറയാനായിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ പിന്നെ ഗ്ലിസറിൻ. അപ്പോൾ ഗ്ലിസറിൻ ഒരു 3-4 ഡ്രോപ്സ് ഞാൻ ഒഴിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇതിനോടൊരു എന്തെങ്കിലും ഒരു ഓയിലൂടെ ചേർക്കണം. ഞാൻ
ചേർക്കുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഇതിൽ ഏതെങ്കിലും ഒരു 3-4 ഡ്രോപ്സും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഒക്കെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഡെയിലി ഉപയോഗിച്ച് പോകാൻ നിങ്ങളുടെ ഡ്രൈ സ്കിന്നെല്ലാം മാറി സ്കിന്ന് നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കാൻ സഹായിക്കുന്നു. ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ഇതൊന്നും കെമിക്കലല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ബീട്രൂട്ടിൻ്റെ ക്രീമുകളും മോയ്സ്ചറൈസറും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്താൽ പോരെ, അതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാൻ നമുക്കിത് ഇടുന്നത് മൂലം പതുക്കെ നമ്മുടെ മുഖത്തുള്ള പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓയിലാണ് ഇതിനകത്ത് ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഫേസ് വാഷ് കൊണ്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 2 രീതിയിലല്ല, 2 പ്രാവശ്യം നമ്മൾ ഈ കാര്യം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ പാലോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിലൊന്ന് ഇതാക്കിയിട്ട് തൊട്ടിട്ട്, അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും മതി, പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് തൊട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാജിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. അതിലേതിലും ഒന്നെടുത്ത് നോക്കി മസാജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു മസാജ് എടുക്കാം. താഴേന്ന് മേളിലോട്ട് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഒരു മസാജ് കൊടുക്കുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. കവിളിൽ, മൂക്കിൽ, താടിയിൽ. അപ്പോൾ മൊത്തത്തിലൊരു നോർമൽ മസാജ്, പെട്ടെന്നൊരു മസാജ് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒരു മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുണ്ടിൻ്റെ ആ ഒരു ചുറ്റിനുമൊക്കെ ആ ഒരു രീതിയിൽ മസാജ് കൊടുക്കുക. ഞാൻ കാണുന്ന പോലെ സിമ്പിളായുള്ള മസാജ് കൊടുക്കുക. കണ്ണിന് ചുറ്റിനുമൊക്കെ മോതിര വെച്ച് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് മൂലം ഇത് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർവ് ആകുകയും അപ്പോൾ നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയും അതിന് റിങ്കിൾസ് കുറയ്ക്കാനും സഹായിക്കുന്നു. സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് നിലനിർത്തുന്നു. ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും അവരുടെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് വെക്കുക. അതായത് സ്കിന്നിൽ എണ്ണമയം എപ്പോഴും വേണം ഡ്രൈ സ്കിന്നുകാർക്ക്. ഓയിലി സ്കിന്നുകാർക്ക് ഓൾറെഡി അവരുടെ സ്കിന്ന് ഓയിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമില്ല. ഡ്രൈ സ്കിന്നുകാർക്കാണ് പെട്ടെന്ന് ചുളിവുകൾ കയറി വരുന്നത്. അതുകൊണ്ട് അവരുടെ സ്കിന്ന് ഡ്രൈ ആക്കി വെക്കരുത്. ശരീരം മൊത്തമാണെങ്കിലും ചിലർക്ക് ഡ്രൈനെസ് ഉണ്ടാവും, ചിലർക്ക് ഫേസിൽ മാത്രമായിരിക്കും ഡ്രൈനെസ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു ശരീരം മൊത്തം എണ്ണ തേച്ച് കുളിക്കുക, നല്ലെണ്ണ തേച്ച് കുളിക്കുക. അതുപോലെ തന്നെ മുഖത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചേർത്തുള്ള പായ്ക്കുകൾ തയ്യാറാക്കി തേക്കുകയും മസാജ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിലുള്ളൊരു ഗ്ലോയും നല്ല റിങ്കിൾസ് കുറയും. എത്ര പ്രായമായാലും നിങ്ങളുടെ ചുളിവുകളൊന്നും ഇല്ലാത്തൊരു ഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളൊരു 1-2 മിനിറ്റോളം നല്ല രീതിയിൽ മസാജ് കൊടുക്കുമ്പം തന്നെ നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം നമുക്കറിയാം. നല്ലൊരു തിളക്കമായിരിക്കും നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇത് തേക്കുമ്പോൾ നല്ലൊരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിളക്കമാണ് നമുക്ക് വേണ്ടത്. പതിവായി നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കൂടി വരും, ഡ്രൈനെസ് കുറയും. നമ്മൾ മസാജ് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തിടുക. അപ്പം നമുക്കിതൊന്ന് ടൈറ്റാക്കാൻ, സ്കിന്നിന് നല്ല രീതിയിൽ ടൈറ്റാക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് കോൺഫ്ലവറും കഞ്ഞിവെള്ളവും ഒക്കെ. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ തലമുടി കഴുകാനായിട്ട് കഞ്ഞിവെള്ളം എടുത്താൽ നമ്മുടെ മുടി സോഫ്റ്റ് ആകാനായിട്ട്, താരം മാറാനായിട്ടും ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യണം. എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫേസിൽ മാത്രമല്ല നിങ്ങളുടെ നെക്കിൽ നിങ്ങൾക്ക് പ്രശ്നമുള്ള ആൾക്കാർ, ചുളിവുകളും ഡ്രൈനെസ്സും ഒക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ നെക്കിലും കൂടെ നിങ്ങൾ ഇട്ട് പോകണം. അപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതെന്താണ് കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം നമ്മുടെ ഫേസിൽ വെക്കുക. നമ്മുടെ ഫേസ് ഒന്ന് ടൈറ്റ് ആവാനായിട്ടും അതുവഴി നമ്മുടെ സ്കിന്നൊന്ന് റിങ്കിൾസ് കുറയാനായിട്ടും നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനായിട്ടും, അതായത് തൂങ്ങൽ 2 കവളും താഴോട്ട് സാഗ് ചെയ്യാതിരിക്കാനായിട്ടും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്താൽ, ഒരുപാട് സാഗിങ്ങും പ്രശ്നമുള്ളവർ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ സ്കിന്ന് ടൈറ്റ് ആവാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് മുഖത്തോട്ടെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 20 മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം. ആ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 20 മിനിറ്റ് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പാലിലോ വെള്ളത്തിലോ തൊട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക. നോർമൽ മസാജ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടച്ച് മാറ്റുമ്പം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പെല്ലാം മാറും. നല്ലൊരു തിളക്കത്തോടെ, നല്ല അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റനിങ്ങിനോട്
കളറോട് കൂടിയ സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വെളുപ്പ് കിട്ടും. നമ്മൾ ബ്ലീച്ചൊക്കെ ഇടുമ്പോൾ, നമ്മൾ പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലേ പെട്ടെന്നൊരു വെളുപ്പ് കിട്ടുന്നത്, അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങി നിൽക്കും. ഇപ്പോൾ ഇതൊരു പാർട്ടിക്കോ അതുപോലെ ഫംഗ്ഷനോ കല്യാണ ഫംഗ്ഷനോ ഇങ്ങനെയൊക്കെ പോകുന്ന അവസരത്തിൽ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങും. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ.